ഹായ് മക്കളെ, നീറ്റ് 2026 എക്സാം കഴിഞ്ഞു. പരീക്ഷ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരീക്ഷ കഴിഞ്ഞ് ഒരുപാട് മക്കൾ എന്നെ വിളിച്ചിരുന്നു. ചില കുട്ടികൾക്കൊന്നും വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് അവർ പറഞ്ഞു. പക്ഷെ നമുക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്കെല്ലാം നല്ല റാങ്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 3-4 വർഷമായി നീറ്റ് എക്സാം സമയത്തെല്ലാം ഞാൻ മക്കൾക്കൊപ്പം തന്നെയായിരുന്നു. പക്ഷേ ഈ വർഷം നിർഭാഗ്യവശാൽ എനിക്ക് നിങ്ങൾക്കൊപ്പം ഇരിക്കാൻ കഴിഞ്ഞില്ല. ആ നിരാശ മാറ്റിവെച്ചാൽ പരീക്ഷ എളുപ്പമാണ് എന്നറിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം തന്നെയാണ്. കഴിഞ്ഞ 20 വർഷത്തിലേറെയുള്ള എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഒരുപാട് മക്കളുമായി എനിക്ക് സംസാരിക്കേണ്ടിയും അവർ സമ്മതിക്കേണ്ടിയും വന്നിട്ടുണ്ട്. അവർക്കെല്ലാം പലപ്പോഴും അവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നീറ്റ് JEE കോച്ചിങ്ങിന് അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഭീമമായ ഫീസാണ്. പലപ്പോഴും എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. എന്നാലും അതിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ പുതിയ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്, ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് മക്കളെ നീറ്റ് JEE കോച്ചിങ് നമ്മൾ നടത്തുന്നത്. ഏറ്റവും മികച്ച ടീച്ചേഴ്സാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ നീറ്റ് JEE കോച്ചിങ്ങിന് വരുന്ന മക്കൾക്കെല്ലാം ഒരുപാട് ഫീസിൻ്റെ ഭാരമില്ലാതെ തന്നെ നല്ല മാർക്ക് വാങ്ങി, നല്ല റാങ്ക് വാങ്ങി, നിങ്ങളെ സാമ്പത്തിക ഭാരമില്ലാതെ നല്ല ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ലഭിച്ചുകൊണ്ട്, നല്ല മെറ്റീരിയൽ ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് പോവാം എന്ന് എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. എന്തായാലും ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച അധ്യാപകരെ നൽകുക എന്നത് തന്നെയാണ്. ഞാൻ വളരെ സന്തോഷവാനാണ്. ഞാൻ ഒരിക്കലും ഇത്ര ചെറിയ ഫീസിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഇനി ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ തന്നെയായിരുന്നു. പക്ഷേ അത് സംഭവിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇനി നീറ്റ് JEE പാഷനേറ്റായ കുട്ടികൾക്കെല്ലാം വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ മികച്ച അധ്യാപകരുടെ സേവനം ലഭ്യമായിരിക്കും.